Hi, hello, once again, welcome back to my YouTube channel. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പിലെ ഇൻറ്റിമസി നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ്. നിങ്ങളുടെ ഒരു സുഹൃത്തുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങളുടെ ജീവിത പങ്കാളിയാണെങ്കിലും അച്ഛനും അമ്മയാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ടിപ്സ് നമുക്ക് യൂസ്ഫുൾ ആയി മാറും. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇൻറ്റിമസി ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തിയുമായിട്ടുള്ള ഒരു ഇൻറ്റിമസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഒന്നാമതായി, നിങ്ങൾ ആ വ്യക്തിയുമായി സംസാരിക്കുന്ന സമയത്ത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് 100% ആ വ്യക്തിയോട് സിൻസിയറായി സംസാരിക്കുക എന്നുള്ളതാണ്. ഇതൊരു പക്ഷേ ഇതെല്ലാവരും ചെയ്യുന്നതല്ലേ എന്നുള്ളത് ചിന്തിക്കാം. പക്ഷേ നമ്മുടെ പ്രവൃത്തികൾ ജസ്റ്റ് ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ, ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിലവിലില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ളത് ജസ്റ്റ് റീവൈൻഡ് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇന്ന് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ടായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത്. അതൊട്ടും തന്നെ കംഫർട്ടബിൾ ആയിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് തോന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങൾക്കും തോന്നില്ല. ബിക്കോസ് ഒരു 100% നമ്മൾ ആ ഒരു സംസാരത്തിൽ നമ്മുടെ ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ എന്താണ് ആ ഒരു ടോപ്പിക് എന്നതിനെ കുറിച്ച് പോലും നമുക്ക് അറിയുന്നുണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. സോ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ ഇപ്പോൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്, ലൈക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതായത് ഫോണിൽ നോക്കാതെയാണ് സംസാരിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് ചുരുക്കം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു കോൺവെർസേഷൻ 100% ആക്യുറേറ്റ് ആക്കി മാറ്റുന്നതിനും ആ ഒരു റിലേഷൻഷിപ്പ് കൂടുതലായിട്ട് നിങ്ങൾക്കൊരു ഡെപ്ത് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആക്കി മാറ്റാനും നിങ്ങളെ സഹായിക്കും. സോ ഒന്നാമതായിട്ട് നിങ്ങളൊരു വ്യക്തിയുമായിട്ട് ആരുമായിട്ടാണോ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, അതിനിപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ ഒരു വ്യക്തിയുമായി സംസാരിക്കുന്ന സമയത്ത് ആ വ്യക്തിയുമായി സംസാരിക്കുക എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുകയാണ് എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി തന്നെ സംസാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമുക്ക് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഇനി ഇൻറ്റിമസി ഇൻക്രീസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ടാമത്തെ പോയിന്റ് ആണ് ഇമോഷണലി അവൈലബിൾ ആകുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇമോഷണലി ഒരു സപ്പോർട്ട് നൽകുക എന്നുള്ളത്. ഇത് നിങ്ങളുടെ ഇപ്പോൾ പാർട്ട്ണറാണെന്ന് വിചാരിക്കും, നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ടാണ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് നയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇമോഷണലി അവൈലബിൾ ആകണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ വ്യക്തി കുറച്ച് ഡള്ളായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ലൈഫിൽ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി. നിങ്ങൾ ആ വ്യക്തിയെ സമാധാനിപ്പിക്കുകയാണ്, പക്ഷെ നിങ്ങൾ വേറെ എന്തൊക്കെയോ ചിന്തകളിലാണ്, എന്നാൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ സമാധാനിപ്പിക്കുകയും വേണം. ലൈക്ക് രണ്ടും കൂടി നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുന്നു, മറ്റൊരു കാര്യം ചെയ്യണമല്ലോ എന്ന ഒരു വിചാരത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിൽ നിങ്ങൾ ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും ആ ഒരു ആത്മാർത്ഥത ഫീൽ ചെയ്യില്ല, ബിക്കോസ് നിങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ. സോ ഇമോഷണലി നമുക്ക് കൂടുതൽ കണക്റ്റഡ് ആകണം, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇമോഷണലി നമ്മൾ അവൈലബിൾ ആകണം എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമതായി, നിങ്ങളൊരു വ്യക്തിയുമായിട്ട് ഇൻറ്റിമേറ്റ് ആകാൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തിയുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. ബിക്കോസ് നിങ്ങൾ അങ്ങനെ ടൈം ഒരുമിച്ച് ടുഗെദർ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് കുറേ ഏകദേശം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, കംപ്ലീറ്റ് നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു 90% ഒരു 95% ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ വ്യക്തിയുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്താണ്. ആ വ്യക്തിയുടെ ഇമോഷൻസ് എങ്ങനെയൊക്കെ മാറുന്നു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഒരു സാഹചര്യത്തും പെരുമാറുന്നത്, എങ്ങനെയുള്ള ഒരു ചിന്താഗതിയുള്ള വ്യക്തിയാണ്, ലൈക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വ്യക്തിയുമായി ഇടപഴകുമ്പോഴാണ്. സോ ടൈം സ്പെൻഡ് ടുഗെദർ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, നമ്മുടെ ആ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു ബാലൻസ് ഉണ്ടായിരിക്കണം. അത് നമ്മുടെ സെൽഫും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിയും തമ്മിൽ. ഇപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ ജീവിത പങ്കാളി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ആക്കി മാറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, കംപ്ലീറ്റ്ലി നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് തന്നെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് ഒന്നും നൽകാതെ ആയിരിക്കും മുന്നോട്ട് പോവുക.
അത് നമുക്ക് ഒരിക്കലും തന്നെ ഗുണം ചെയ്യാത്ത ഒരു കാര്യമാണ്. സോ അത് നമുക്ക് ബാലൻസ് ചെയ്യാൻ കഴിയണം. നമ്മളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തിയെ നമുക്ക് കെയർ ചെയ്യാനും അവരെ കൂടുതൽ അവരുമായിട്ട് അടുക്കാനും അല്ലെങ്കിൽ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ഒരുമിച്ച് വളരുക അല്ലെങ്കിൽ ഒരുമിച്ച് നിങ്ങൾക്ക് രണ്ടും കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ബിക്കോസ് നമുക്ക് നമ്മുടെ ആ ഒരു സെൽഫ് വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നമ്മളോടുള്ള ആ ഒരു മതിപ്പ് നമ്മളെപ്പോഴും കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് മറ്റൊരാളെയും അതുപോലെ കാണാനൊക്കെ സാധിക്കുകയുള്ളൂ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഇനി ഇൻറ്റിമേറ്റ് ആകാൻ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് മേക്ക് ഫൺ ഇൻ യുവർ റിലേഷൻഷിപ്പ്. അപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ട് അച്ഛനോ അമ്മയായിട്ടോ ഒക്കെ ആ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കൂടുതൽ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് മേക്ക് ഫൺ എന്നുള്ളത്. ചില ആളുകൾ വളരെ സീരിയസ് ആയിരിക്കും, ചില ആളുകൾ വളരെ ഫണ്ണായിട്ടുള്ള ആളുകളായിരിക്കും. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹ്യൂമറസ് നിങ്ങളുടെ ലൈഫിൽ ഫൈൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് കൂടുതൽ നമുക്ക് വളരെ എൻജോയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് മെമ്മറീസ് ഒക്കെ നമുക്ക് നൽകുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള ഹ്യൂമറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക, അത് എൻജോയ് ചെയ്യുക, അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത്. സോ മേക്ക് ഫൺ ഇൻ യുവർ റിലേഷൻഷിപ്പ്. നിങ്ങൾക്ക് ഏതെങ്കിലും റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ ഇൻറ്റിമേറ്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ 5 പോയിന്റുകളും ഫോളോ ചെയ്യാൻ മറക്കരുത്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നല്ലൊരു എക്സ്പീരിയൻസ് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം.